ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ജെയിൻ വ്ലോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ പുതിയ വർഷം തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ 2024 ഡിസംബറിൽ ടൂ വീലർ EV സെഗ്മെൻറ്റിൽ എന്തുമാത്രം സെയിൽ നടന്നിട്ടുള്ള കാര്യം നമ്മൾ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്ന വീഡിയോയ്ക്ക് പ്രത്യേകത ഉള്ളത് നമ്മൾ ടോട്ടൽ സെയിൽസ് നോക്കുന്നുണ്ട്. അത് 2024 ഓരോ കമ്പനികൾ എന്തുമാത്രം വണ്ടികൾ വിറ്റു എന്നുള്ള കാര്യം നമ്മൾ നോക്കുന്നുണ്ട്. പിന്നെ ആരാണ് ഒന്നാം സ്ഥാനത്ത് എല്ലാം നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ആദ്യം സമയം കളയാൻ നമുക്ക് നേരെ വീഡിയോയിട്ട് പോകാം. അപ്പോൾ വീഡിയോ പോകുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതിനൊപ്പം നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. എനിക്കറിയാവുന്ന ആൻസേഴ്സ് ആണ്, തീർച്ചയായിട്ടും ആൻസർ ചെയ്യുന്നതാണ്. അതിനൊപ്പം ഞാൻ ബെല്ലൈക്കൻ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് ആദ്യം നോട്ടിഫിക്കേഷൻ വരികയും ചെയ്യും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ആ സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിട്ട് പോകാം. പൊതുവെ നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാ വർഷവും ഡിസംബർ വന്നിട്ട് കാര്യമായ സെയിൽസ് കാഴ്ചവെക്കാത്തൊരു മാസമാണ്. കാരണം വേറെ ഒന്നല്ല, ജനുവരി ആകുമ്പോൾ നമുക്ക് പുതിയ വർഷത്തെ വണ്ടി കിട്ടും. അപ്പോൾ മിക്ക ആൾക്കാർ നോക്കിയിരിക്കാറുള്ളത് പുതിയ വണ്ടി എടുക്കാനാണ് എല്ലാം ശ്രമിക്കാറുള്ളത്. അപ്പോൾ കാര്യമായ ഒരു സെയിൽസ് ഡിസംബറിൽ കാണാറുണ്ടായിരുന്നില്ല. അപ്പോൾ ടോട്ടൽ സെയിൽസ് നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ മാസം ഡിസംബറിൽ സെയിൽ ചെയ്യാൻ സാധിച്ചത് 73,316 വണ്ടികൾ മാത്രമാണ്. കാരണം മന്ത് ഓൺ മന്ത് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ -38% ഡിപ്രിസിയേഷൻ കാണുന്നുണ്ട്. അതുപോലെ ഇയർ ഓൺ ഇയർ ആണെങ്കിലും -3% ഡിപ്രിസിയേഷനാണ് കാണുന്നത്. നമുക്ക് അതിന് ടോപ്പ് 10 നമുക്ക് നോക്കാം. അതിൽ 10ാം സ്ഥാനം നിൽക്കുന്നത് റിവോൾട്ട് മോട്ടോഴ്സ് ആണ്. അവർ ലാസ്റ്റ് മന്ത് നോക്കുകയാണെങ്കിൽ നവംബർ മാസം നോക്കുകയാണെങ്കിൽ 7ാം സ്ഥാനത്തുണ്ടായ വണ്ടിയാണ്. അവരിപ്പം 10ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ നവംബർ മാസം സെയിൽസ് നമ്മൾ നോക്കുകയാണെങ്കിൽ 1994 വണ്ടിയാണ് സെയിൽ ചെയ്യാൻ സാധിച്ചത്. നേരെ മറിച്ച് ഡിസംബർ ആയപ്പോൾ 994 വണ്ടി മാത്രമേ സെയിൽ ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ. അപ്പോൾ മന്ത് ഓൺ മന്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ -50% ഡിപ്രിസിയേഷൻ കാണുന്നുണ്ട്. അതുപോലെ ഇയർ ഓൺ ഇയർ ആണെങ്കിൽ 46% ഗ്രോത്തും കാണുന്നുണ്ട്. അവർ ടോട്ടൽ സെയിൽസ് 2024 നമ്മൾ നോക്കുകയാണെങ്കിൽ 9,951 വണ്ടിയാണ് അവർക്ക് മൊത്തത്തിൽ സെയിൽ ചെയ്യാൻ സാധിച്ചത്. അടുത്ത 9ാം പൊസിഷൻ നോക്കുകയാണെങ്കിൽ 9ാം സ്ഥാനം നിൽക്കുന്നത് ബൗൺസ് ഇൻഫിനിറ്റിയാണ്. അത് ബൗൺസിന് വണ്ടിയാണ് നിൽക്കുന്നത്. അത് ലാസ്റ്റ് മാസം നോക്കുകയാണെങ്കിൽ അവർ 10ാം സ്ഥാനത്ത് ഉണ്ടായിരുന്നില്ല. അതായത് ടോപ്പ് 10ൽ ഇല്ല എന്നൊരു കമ്പനിയാണ് ബൗൺസ് ഇൻഫിനിറ്റി. അവർക്ക് നവംബർ മാസം സെയിൽസ് നോക്കുകയാണെങ്കിൽ 858 വണ്ടി സെയിൽ ചെയ്യാൻ സാധിച്ചു. നേരെ മറിച്ച് ഡിസംബർ ആയപ്പോൾ 1007 വണ്ടി സെയിൽ ചെയ്യാൻ സാധിച്ചു. മന്ത് ഓൺ മന്ത് നോക്കുകയാണെങ്കിൽ പോസിറ്റീവ് 17% ഇൻക്രീസ് കാണുന്നുണ്ട്. ഇയർ ഓൺ ഇയറും അതുപോലെ 255% ഗ്രോത്താണ് കാണുന്നത്. അവർക്ക് ടോട്ടൽ സെയിൽസ് 2024 നോക്കുകയാണെങ്കിൽ 9,672 വണ്ടിയാണ് സെയിൽ ചെയ്യാൻ സാധിച്ചത്. അടുത്ത നമ്മൾ 8ാം സ്ഥാനം നോക്കുകയാണെങ്കിൽ ഹീറോ വിഡയാണ് നിൽക്കുന്നത്. അവർ കഴിഞ്ഞ മാസം 5ാം സ്ഥാനം ഉണ്ടായിരുന്നതാണ്. അത് 8ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരിക്കുകയാണ്. അവർക്ക് നവംബർ മാസം സെയിൽ ചെയ്യാൻ സാധിച്ചത് 7,309 വണ്ടിയും ഡിസംബർ മാസം ആയപ്പോൾ 1,020 കുറയുകയും ചെയ്തു. നമ്മൾ മന്ത് ഓൺ മന്ത് നോക്കുകയാണെങ്കിൽ -86% ഡിപ്രിസിയേഷൻ കാണുന്നുണ്ട്. നേരെ മറിച്ച് ഇയർ ഓൺ ഇയർ ആണെങ്കിൽ അതിലും ഡിപ്രിസിയേഷൻ ആണ്, 36% ഡിപ്രിസിയേഷനാണ് കാണുന്നത്. അവർക്ക് ടോട്ടൽ 2024 സെയിൽ ചെയ്യാൻ സാധിച്ചത് 43,693 വണ്ടിയാണ്. അടുത്ത 7ാമത്തെ പൊസിഷൻ നോക്കുകയാണെങ്കിൽ പ്യുവർ EV ആണ് 7ാം സ്ഥാനം നിൽക്കുന്നത്. അവർ ലാസ്റ്റ് മന്ത് നോക്കുകയാണെങ്കിൽ അവർ ടോപ്പ് 10 ഉണ്ടായിരുന്നില്ല. അവർക്ക് ടോട്ടൽ നമുക്ക് നോക്കുമ്പോൾ നവംബർ സെയിൽ ചെയ്യാൻ സാധിച്ചത് 432 വണ്ടിയും ഡിസംബർ ആയപ്പോൾ 1087 കൂടുകയും ചെയ്തു. ആ മന്ത് ഓൺ മന്ത് പറയുകയാണെങ്കിൽ 151% ഗ്രോത്ത് കാണുന്നുണ്ട്. അവർ ഇയർ ഓൺ ഇയർ ആണെങ്കിൽ 62% ഗ്രോത്താണ് കാണുന്നത്. അവർക്ക് 2024 ടോട്ടൽ സെയിൽ ചെയ്യാൻ സാധിച്ചത് 5,538 വണ്ടിയാണ്. അടുത്ത 6th പൊസിഷൻ നോക്കുകയാണെങ്കിൽ ബിഗോസ് ആണ് നിൽക്കുന്നത്. അവർ കഴിഞ്ഞ മാസം 6th പൊസിഷൻ ഉണ്ടായ കമ്പനിയാണ് ബിഗോസ് ഓട്ടോസ്. അവർക്ക് നവംബർ മാസം സെയിൽ ചെയ്യാൻ സാധിച്ചത് 1,878 വണ്ടിയും നേരെ മറിച്ച് ഡിസംബർ ആയപ്പോൾ 1,100 കുറയുകയും ചെയ്തു. അപ്പോൾ നമ്മൾ മന്ത് ഓൺ മന്ത് നമ്മൾ പറയുകയാണെങ്കിൽ -41% ഡിപ്രിസിയേഷൻ കാണുന്നുണ്ട്. ഇയർ ഓൺ ഇയർ ആണെങ്കിൽ -9% ഡിപ്രിസിയേഷനാണ് കാണുന്നത്. അപ്പോൾ ടോട്ടൽ സെയിൽസ് 2024 നമ്മൾ നോക്കുകയാണെങ്കിൽ 18,027 വണ്ടിയാണ് സെയിൽ ചെയ്യാൻ സാധിച്ചത്. അടുത്ത നമുക്ക് ടോപ്പ് 5 നമുക്ക് നോക്കാം. അവർ 5ാം സ്ഥാനം ഗ്രീവ്സിൻ്റെ വണ്ടിയാണ്. അവർക്ക് നവംബർ മാസം സെയിൽ ചെയ്യാൻ സാധിച്ചത് 4,468 വണ്ടിയും ഡിസംബർ മാസം ആയപ്പോൾ 2,795 കുറയുകയും ചെയ്തു. അപ്പോൾ മന്ത് ഓൺ മന്ത് പറയുകയാണെങ്കിൽ -37% ഡിപ്രിസിയേഷൻ കാണുന്നുണ്ട്. ഇയർ ഓൺ ഇയർ ആണെങ്കിൽ -6% ഡിപ്രിസിയേഷനാണ് കാണുന്നത്. അവർക്ക് 2024 ടോട്ടൽ സെയിൽസ് നോക്കുകയാണെങ്കിൽ 35,058 വണ്ടിയാണ് സെയിൽ ചെയ്യാൻ സാധിച്ചത്. അടുത്ത 4th പൊസിഷൻ നോക്കുകയാണെങ്കിൽ ഏസർ എനർജിയാണ് 4ാം സ്ഥാനം നിൽക്കുന്നത്. അവർ കഴിഞ്ഞ മാസം സെയിം 4th പൊസിഷനായിരുന്നു. ഈ മാസം 4th തന്നെയുണ്ട്. അവർക്ക് നവംബർ മാസം സെയിൽ ചെയ്യാൻ സാധിച്ചത് 12,741 വണ്ടിയും ഡിസംബർ മാസം ആയപ്പോൾ 10,421 കുറയുകയും ചെയ്തു. അപ്പോൾ മന്ത് ഓൺ മന്ത് നോക്കുകയാണെങ്കിൽ -18% ഡിപ്രിസിയേഷൻ കാണുന്നുണ്ട്. ഇയർ ഓൺ ഇയർ നമ്മൾ നോക്കുകയാണെങ്കിൽ 59% ഗ്രോത്ത് ആണ് കാണുന്നത്. അവർക്ക് 2024 ടോട്ടൽ സെയിൽ ചെയ്യാൻ സാധിച്ചത് 1,26,165 വണ്ടിയാണ്. അടുത്ത നമ്മൾ 3ാമത്തെ പൊസിഷൻ നോക്കുകയാണെങ്കിൽ ഇവിടെയാണ് ഒരു കാര്യമായ ചേഞ്ച് വന്നിട്ടുള്ളത്. ഇത്ര നാളോ 1ാം സ്ഥാനം തന്നെ ഓല ഇലക്ട്രിക് അങ്ങനെ 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ 2 വർഷത്തെ സെയിൽസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യമായിട്ടാണ് ഓലയ്ക്ക് 1ാം പൊസിഷൻ നഷ്ടപ്പെടുന്നത്. അങ്ങനെ കാര്യമായ ഒരു ചേഞ്ചാണ് ഓലയുടെ കേസ് വന്നിട്ടുള്ളത്. അവർക്ക് ടോട്ടൽ നവംബർ സെയിൽ ചെയ്യാൻ സാധിച്ചത് 29,191 വണ്ടിയായിരുന്നു. നേരെ മറിച്ച് ഡിസംബർ ആയപ്പം 13,769 കുറയുകയും ചെയ്തു. അപ്പോൾ മന്ത് ഓൺ മന്ത് നോക്കുകയാണെങ്കിൽ 52% ഡിപ്രിസിയേഷൻ കാണുന്നുണ്ട്. ഇയർ ഓൺ ഇയർ ആണെങ്കിൽ 54% ഡിപ്രിസിയേഷനാണ് കാണുന്നത്. അവർക്ക് 2024 ടോട്ടൽ സെയിൽ ചെയ്യാൻ സാധിച്ചത് 4,07,547 വണ്ടികളാണ്. അങ്ങനെ ഫൈനലി ഓലയ്ക്ക് 1ാമത്തെ പൊസിഷൻ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ കുറേ ആൾക്കാർക്ക് സന്തോഷം ഉണ്ടാവും, പക്ഷേ കുറേ ആൾക്കാർക്ക് വിഷമം ഉണ്ടാകുന്ന കേസാണ്. എന്തായാലും 3ാമത്തെ പൊസിഷനിലേക്ക് ഓല വന്നിരിക്കുകയാണ്.
അടുത്ത നമ്മുടെ ടോപ്പ് 2 നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ടാമത്തെ പൊസിഷനിൽ നിൽക്കുന്നത് ടി വി എസ് തന്നെയാണ്. ഒരു മാറ്റം വന്നിട്ടില്ല. കഴിഞ്ഞ മാസം ടി വി എസ് തന്നെയാണ്, ഈ മാസം ടി വി എസ് വന്നിട്ടുണ്ട്. അവർക്ക് നവംബർ മാസം സെയിൽ ചെയ്യാൻ സാധിച്ചത് 26,971 വണ്ടിയും നേരെ മറിച്ച് ഡിസംബർ ആയപ്പോൾ 17,212 കുറയുകയും ചെയ്തു. ആ മന്ത്രം നോക്കുകയാണെങ്കിൽ നെഗറ്റീവ് 36% ഡിപ്രിസിയേഷൻ കാണുന്നുണ്ട്. അവർ ഇയർ ഓൺ ഇയർ ആണെങ്കിൽ പോസിറ്റീവ് 40% ഗ്രോത്ത് ആണ് കാണുന്നത്. 2024 ടോട്ടൽ സെയിൽസ് നോക്കുകയാണെങ്കിൽ 2,20,472 വണ്ടിയാണ് അവർക്ക് ടോട്ടൽ സെയിൽ ചെയ്യാൻ സാധിച്ചത്. അപ്പോൾ ഫ്രണ്ട്സ്, ഫൈനലി ഒന്നാമത്തെ പൊസിഷൻ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ആരാന്നുള്ളത്. ചേതക്കാണ് ഒന്നാം സ്ഥാനം നിൽക്കുന്നത്. അവർ കഴിഞ്ഞ മാസം 3ാമത്തെ പൊസിഷൻ ഉണ്ടായിരുന്ന കമ്പനിയാണ്. അവർ 1ാമത്തെ പൊസിഷനിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ വേറെ ഒന്നുമല്ല, അവരുടെ ടോട്ടൽ സെയിൽസ് നോക്കുകയാണെങ്കിൽ നവംബർ മാസം സെയിൽ ചെയ്യാൻ സാധിച്ചത് 26,163 വണ്ടിയും ഡിസംബർ മാസം 18,276 വണ്ടിയായിട്ട് കുറയുകയും ചെയ്തു. അവർക്ക് മന്ത് ഓൺ മന്ത് സെയിൽസ് നോക്കുകയാണെങ്കിൽ 30% ഡിപ്രിസിയേഷൻ കാണുന്നുണ്ട്. പക്ഷേ ഇയർ ഓൺ ഇയർ ഡാറ്റ നോക്കുകയാണെങ്കിൽ 75% ഗ്രോത്ത് ആണ് കാണുന്നത്. അവർക്ക് ടോട്ടൽ വന്നിട്ട് സെയിൽ ചെയ്യാൻ സാധിച്ചത് 2024 1,93,439 വണ്ടിയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഫൈനലി ഞാൻ ഓലയ്ക്ക് ഒന്നാമത്തെ പൊസിഷൻ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ വേറെ ഒന്നുമില്ല, നമുക്ക് അതിൻ്റെ റീസൺസ് എല്ലാവർക്കും അറിയാം, ഞാൻ വീണ്ടും പറയുന്നില്ല. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ടി വി എസിനും അതുപോലെ ഓലയ്ക്കും വന്നിട്ട് നല്ല ടൈറ്റ് കോമ്പറ്റീഷനാണ് ചേതക്ക് കൊടുക്കുന്നത്. പിന്നെ വേറെ കാര്യമുള്ള ചേതക്കിൻ്റെ പുതിയ വണ്ടികൾ വരുന്നുണ്ട്. പിന്നെ ഓലയുടെ ഭാഗത്തും ബൈക്ക് വന്നിട്ട് ജനുവരി വരുന്നുണ്ട്. അപ്പോൾ എന്താ അറിയില്ല, അടുത്ത മാസം റിപ്പോർട്ട് നോക്കുമ്പോൾ മനസ്സിലാവും എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. ഇഷ്ടപ്പെടാതെ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കില്ല. ഒരു ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതിൻ്റെ ഒപ്പം തന്നെ ബെല്ലൈക്കൻ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനത്തെ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ആദ്യമേ നോട്ടിഫിക്കേഷൻ വരികയും ചെയ്യേ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, മറ്റേ ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് ഇനിയും കാണാം. ടിൽ ദെൻ ടാറ്റ, ബൈ ബൈ, ഹാവ് എ സേഫ് ഡ്രൈവിംഗ്, ടേക്ക് കെയർ.